യൂസിയുടെയും സൂയിന്റെയും ഡേറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് യൂസിയും അവൾക്ക് കുറെ അധികം റോസ് ഒക്കെ നൽകുന്നു. ഈ ഒരു റോസ് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അവളുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിരുന്നു യൂസി അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഈ റോസ് ഒക്കെ മേടിച്ചു തരുവാനായിട്ടായിരുന്നു ഞാനും അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും എനിക്ക് യെല്ലോ കളറുള്ള റോസസ് മാത്രമാണ് മേടിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു സ്പെഷ്യൽ റോസസ് അവൻ ഒരിക്കൽ പോലും എനിക്ക് മേടിച്ചു തന്നിട്ടില്ല എന്നൊക്കെയാണ് സൂ പറയുന്നത്. ചെങ്ങും നേരിട്ട് അവരുടെ ഡേറ്റിന് പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഒളിച്ചും പാത്തും അവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. സോ തനിയെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും യൂസിയും അവൾക്ക് വേണ്ടി ഫോട്ടോസ് ഒക്കെ എടുത്തു തരാമെന്നൊക്കെ പറയുകയാണ്. സാധാരണഗതിക്ക് സൂര്യ ഫോട്ടോസ് എല്ലാം തന്നെ ചെങ്ങാണ് എടുത്തു കൊടുക്കാറുള്ളത്. പക്ഷെ എത്രത്തോളം ഫോട്ടോസ് എടുത്താലും അതൊന്നും തന്നെ സൂന് ഇഷ്ടപ്പെടാറില്ല. സോ ഇപ്പോൾ ഒരു വഴക്കൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചാണ് ചെങ് ഇരിക്കുന്നതെങ്കിൽ പോലും യൂസി എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ സൂന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. സൂം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഡ്രസ്സൊക്കെ മോശമാകുന്നതായിരിക്കും. ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്ന നീ അതൊരിക്കലും ചീത്തയാക്കുവാനായിട്ട് നിൽക്കരുത് എന്ന രീതിക്കാണ് യൂസി സംസാരിക്കുന്നത്. മാത്രമല്ല എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നീ ചെക്ക് ചെയ്ത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് യൂസി സംസാരിക്കുമ്പോഴത്തേക്കും ഒരിക്കൽ പോലും എന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. എപ്പോഴും പക്വതയില്ലാത്ത കുഞ്ഞു കുട്ടികളൊക്കെ സംസാരിക്കുന്ന രീതിക്കാണ് അവൻ സംസാരിക്കാറ്. ഞാനും ചെങ്ങും ഒരുപാട് വർഷമായിട്ട് പരിചയത്തിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും വളർന്നു വരുന്ന സമയത്ത് അവനിലും മാറ്റമൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പണ്ടെങ്ങനെ ആയിരുന്നോ അതേ രീതിക്ക് തന്നെയായിരുന്നു അവൻ പിന്നീടും പെരുമാറിയത്. നീ എങ്ങനെയാണോ ഇപ്പോൾ എന്റെ അടുത്ത് പെരുമാറുന്നത് അതിന്റെ പകുതി രീതിക്കെങ്കിലും അവൻ എന്റെ അടുത്ത് പെരുമാറുകയായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന രീതിക്കാണ് ഇപ്പോൾ സൂം സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങനും കുറച്ച് വിഷമമൊക്കെ തോന്നിയിട്ട് അവിടെ നിന്നും പോകുന്നു. ഡേറ്റിംഗ് എനിക്ക് അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് സു ഏറ്റവും കൂടുതലായിട്ട് ചെങ്ങിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ യോസിയും പറയുന്നത്. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നീ അവനെക്കുറിച്ച് കുറ്റമാണെങ്കിൽ പോലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ശരിക്കും മാച്ചാണ്. നീയും അത് മനസ്സിലാക്കാതെ പോയതാണെന്നൊക്കെ യോസിയും പറയുന്നു. എന്തായാലും അതിനൊക്കെ തന്നെ ശേഷം സുവും ഇപ്പോൾ ചെങ്ങിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് ആലോചിച്ചൊക്കെ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീയും യൂസിയും സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നീ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് മടുത്തു പോയല്ലേ? ഞാനും അതുപോലെ തന്നെയാണ്. ഓരോ തവണയും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാനായിരുന്നു നിന്റെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തിരിക്കുന്നു. നമ്മൾ ഒരുപാട് കാലം ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. നിന്റെ അടുത്ത് എത്രത്തോളം നന്നായിട്ട് പെരുമാറുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നീ എന്നെ തല്ലുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ മാത്രമാണ് തിരിച്ചു ചെയ്തിട്ടുള്ളത്. ഞാനും നിന്നെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചൊക്കെ നോക്കിയത്. നീ പറഞ്ഞില്ലേ ആൾക്കാര് കുറെ കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും മാറുന്നതായിരിക്കുമെന്ന്. പക്ഷെ എനിക്ക് മാറ്റം ഒന്നും തന്നെ വന്നിട്ടില്ല. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് മാറ്റം വരാത്തത്. ഇനിയും അങ്ങനെ മാറുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അല്ലെങ്കിൽ യൂസിയുടെ ക്യാരക്ടറൊന്നും അല്ലല്ലോ എനിക്കുള്ളത്. എനിക്കങ്ങനെ ആകുവാനും കഴിയുകയില്ല. പിന്നെ നമ്മൾ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമുക്കും ഇതെല്ലാം തന്നെ അവസാനിപ്പിക്കാമെന്നൊക്കെ ചെങ്ങും പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വീണ്ടും ഒന്നിക്കുവാനായിട്ടൊക്കെ ആയിരുന്നു സു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ പറയാതെ അവളും തിരിച്ചു പോരുന്നു. ഇപ്പോൾ സുവും ആകെ വിഷമിച്ചൊക്കെയാണ് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരിക്കുന്നത്. ഞങ്ങളുടെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതായിരുന്നെങ്കിൽ പോലും അവൻ ഇനിയെങ്കിലും നേരെ ആക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ എന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇത്രയേറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അതൊരിക്കലും എനിക്ക് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും ഞാൻ ഇത്രയും കാലം കഴിഞ്ഞതുപോലെ ഇനി അവന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ലല്ലോ. എല്ലാം അവസാനിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറമേക്ക് ഒരു സന്തോഷമൊക്കെ ഉള്ള രീതിക്ക് പെരുമാറുവാനായിട്ടും ശ്രമിക്കുന്നൊക്കെയുണ്ട്. ഷെനും ലൂവുമായിട്ട് രാത്രി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂ ഫ്രീ ആകുന്ന സമയത്ത് ഷെന്നിനും മെസ്സേജ് ഒക്കെ അയക്കുന്നു. അങ്ങനെ ഷെന്നും അവനെ കാണുവാനായിട്ട് റൂമിലേക്കൊക്കെ എത്തുകയാണ്. അവനും റൂം മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും നീയുമായിട്ട് സംസാരിക്കുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. നീയും ഇപ്പോൾ എന്റെ ഒപ്പം ഉള്ളതുപോലെ തന്നെ ഇനിയും ഉണ്ടാകുമോ എന്നൊക്കെ ഷെൻ ചോദിക്കുമ്പോഴത്തേക്കും ലൂവും നമ്മൾ തമ്മിൽ ഏത് റിലേഷൻഷിപ്പ് ആണെന്നൊന്നും തന്നെ നോക്കേണ്ടതായിട്ടില്ല. എപ്പോഴും ഞാൻ നിന്റെ ഒപ്പം ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അവളെയും കിസ് ചെയ്യുകയാണ്. ചെങ്ങും ആകെ മദ്യപിച്ചിട്ട് ഇപ്പോൾ ലൂവിന്റെ റൂമിലേക്കൊക്കെ വരുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൻ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ലൂവും ഷെനും ഒരേ റൂമിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതും. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഇന്റർവ്യൂ സെക്ഷനൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് യൂസിയുടെ അടുത്ത് നിനക്ക് സൂനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് സൂനെ മൊത്തത്തിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നൊക്കെ യൂസിയും മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു സൂവിനോട് തിരിച്ച് ചെങ്ങിന്റെ അടുത്ത് തന്നെ പോകുവാനായിട്ടൊക്കെ നീ പറഞ്ഞതെന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും ഈ ലോകത്ത് സ്നേഹിക്കപ്പെടുവാനായിട്ട് അർഹതയുള്ള ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ട് എന്ന് വെച്ച് എനിക്ക് അവരെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ലല്ലോ എന്നൊക്കെയാണ് യൂസി മറുപടി കൊടുക്കുന്നത്.
അതുകൂടാതെ അവൾ ചെങ്ങുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഏറ്റവും മോശപ്പെട്ട സ്റ്റേജിലൊക്കെ നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ ഈ ഒരു സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ഒന്നും എടുക്കുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് യൂസി പറയുന്നു. നീ ലൂവുമായിട്ടൊക്കെ ഡേറ്റ് ചെയ്തല്ലോ. നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സയോയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് സയോയും ഞാനും ലൂവും ഒരുപാട് വർഷമായിട്ട് ഒന്നിച്ച് വർക്കൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയിരിക്കെ അവനെ എനിക്ക് ഇഷ്ടവുമാണ്. എങ്കിൽ പോലും ഞാൻ ഒടുവിലായിട്ട് എത്തിപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി അതൊരിക്കലും ലൂ അല്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു സയോയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് 2014 ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ കോളേജിലൊക്കെ പഠിക്കുകയാണ്. ഷെന്നും അവധിക്ക് ലൂവിന്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ലൂ അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ലൂവിന്റെ അമ്മ അറിയിക്കുന്നത്. പക്ഷെ അവൾ ഒറ്റയ്ക്കായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ലൂവും പെട്ടെന്ന് തന്നെ വീട്ടിലേക്കൊക്കെ തിരിച്ചെത്തിയിട്ട് അവരോട് ആരോടും തന്നെ ഒന്നും മിണ്ടാതെയൊക്കെ പോകുന്നു. ലൂവും പിന്നീട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെന്നും അവന്റെ റൂമിലേക്കൊക്കെ കടന്നു വരുന്നത്. പക്ഷേ ലു അപ്പോഴും പിണങ്ങിയൊക്കെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ എന്താണ് സംഭവിച്ചതെന്ന് നീ എന്നോട് പറ എന്നൊക്കെ ലു പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ഷെന്നിന്റെ സീനിയർ അവളെ കുടയിലൊക്കെ കയറ്റി. മാത്രമല്ല അവളെ ഒരു വണ്ടിക്കൊക്കെ കയറ്റിയും വിട്ടു. അതിനിടയ്ക്ക് ലൂവും അവളെ കൂട്ടുവാനായിട്ട് വരുമെന്ന കാര്യം ഒന്നും തന്നെ അവൾക്ക് അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഷെന്നും പറയുന്നു. എങ്കിൽ പോലും ഷെന്നിനെ കൂട്ടിക്കൊണ്ടൊക്കെ വരുവാനായിട്ടായിരുന്നല്ലോ അവനും രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അങ്ങനെ പോരുന്ന വഴിക്കാണ് മഴയത്തൊക്കെ നനഞ്ഞതും. അതുകൊണ്ട് തന്നെ ഒരു കോമ്പൻസേഷൻ ഒക്കെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് അവര് പരസ്പരം കിസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം 2024 കാണിക്കുകയാണ്. ചെങ്ങും ലൂവിന്റെ റൂമൊക്കെ തപ്പി നടക്കുന്നു. ചെങ് റൂമിന് വെളിയിലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ലൂവും എന്ത് ചെയ്യുമെന്നൊക്കെ ഷെന്നിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എത്രയും വേഗം ചെങ്ങിനെ പറഞ്ഞ് അയക്കുവാനായിട്ടൊക്കെ ആയിരുന്നു ഷെൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഇപ്പോൾ നടന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ ചെങ് അറിയാതെ നോക്കണമെന്ന് ഷെൻ പ്രത്യേകമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മദ്യവും കുടിച്ചിട്ടുള്ളത്. എന്തായാലും എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ടായിരുന്നു നീ മറ്റൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഈ ഒരു ഹോട്ടലിലേക്ക് പോലും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെയാണ് ചെങ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ചെങ്ങും ഓടി ആ റൂമിന്റെ അകത്തേക്കൊക്കെ കയറി കട്ടിലേലും വന്ന് കിടക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ഷെൻ അവിടെ നിന്ന് മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റൂം മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എന്താണ് ഈ റൂം ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചെങ് ചോദിക്കുന്നൊക്കെയുണ്ട്. ഈ ഒരു സമയത്ത് നീ സൂവിനെ കാണുവാനായിട്ട് പോയ കാര്യമെല്ലാം തന്നെ ഞാൻ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും സൂവുമായിട്ട് നീ വഴക്കുണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നീ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിനക്ക് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചു തന്ന് ഒരു കമ്പനിയൊക്കെ കൂടുവാനായിട്ടായിരുന്നു ഈ ഒരു റൂം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് തീരാത്തത് കൊണ്ടാണ് ഞാനും നിന്നെ ഇതുവരെയായിട്ടും വിളിക്കാതിരുന്നതെന്നുള്ള ഒരു എക്സ്ക്യൂസ് ഒക്കെയാണ് ലൂവും പറയുന്നത്. ചെങ്ങും അതെല്ലാം തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഷെന്നും റൂമിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ചെങ്ങിന് ഛർദ്ദിക്കുവാനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ അവൻ ഓടി ബാത്റൂമിലേക്കൊക്കെ കയറുമ്പോഴത്തേക്കും അവളും അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരിക്കകത്തൊക്കെ കയറി ഒളിച്ചുമിരിക്കുന്നു. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.